ഇറ്റ്സ് രാഹുൽ, വെൽക്കം ടു റിച്ച് ടോക്സ്. സോ നമുക്ക് ഇന്നലെ നിഫ്റ്റി എക്സ്പയറി ഡേ ആയിരുന്നു. എന്നിട്ട് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ചെറിയൊരു പ്രോഫിറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി. ഞാൻ അതിൻ്റെ ലോജിക്കും നമ്മുടെ ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ലോജിക്ക്, ഇത് എടുക്കാനുള്ള ലൈവ് മാർക്കറ്റിൽ നിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാകാത്തവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ പറഞ്ഞു തരാം. ഓക്കെ, ലോജിക്ക് സിമ്പിളായിരുന്നു. രാവിലെ ഒരു സില്ലിംഗ് പ്രഷർ കാണിച്ചു. എന്നിട്ട് ഒരു ഹാമർ അറിയാലോ, ഹാമർ ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. വെൻ അത് ഒരു ഡിമാൻഡ് സോണിൽ ഷോൺ ആയി കഴിഞ്ഞാൽ ഓരോ ഓരോ സോണുകളുണ്ട് എവിടെയൊക്കെയാണ് ഹാമർ വരേണ്ടത്. സോ ഇതേപോലുള്ള ഡിമാൻഡ് സോണിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഒരു പുൾ ബാക്കിന് അല്ലെങ്കിൽ ഒരു റിവേഴ്സലിന് വേണ്ടിയിട്ടുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും. ഇപ്പോൾ ഹാമറിൻ്റെ മുകളിൽ തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും ചെയ്തു. ഓക്കെ, അതല്ലാതെ ഈ ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ, ഇതിൻ്റെ പേരാണ് മോർണിംഗ് സ്റ്റാർ. ഓക്കെ, 3, അതായത് 2 ക്യാൻഡിൽ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ക്യാൻഡിൽ വന്ന മോർണിംഗ് സ്റ്റാർ. ഇത് നേരെ മുകളിൽ വന്ന ഈവനിങ് സ്റ്റാറും ആവും. അത് വേറൊരു ക്യാൻഡിൽ പാറ്റേൺ ആണ്. അറിയാത്തവർ ജസ്റ്റ് ഒന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്താൽ പറഞ്ഞുതരാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് അതിന് കണ്ടിന്യൂഷനായിട്ട് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു 10-20-30 പോയിന്റ്സ് മൂവ്മെൻ്റ് ആയിരുന്നു. ഇവിടെ ഈ ഏരിയയിൽ എക്സിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ ഒരു 2 മണി കഴിഞ്ഞിട്ട് സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു ഷാർപ്പ്ലി. ഇതായിരുന്നു ഇന്നലെ നിഫ്റ്റിയിലെ മൂവ്മെൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റിന് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞത് ഇതിലാണ്, മാരുതിയിലായിരുന്നു. മാരുതി നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യാറുള്ളൂ നോർമലി. സോ ഇങ്ങനെ നിഫ്റ്റിയിൽ ഇതേപോലെ ലാഗിങ് ഉള്ള ദിവസങ്ങളിൽ ജസ്റ്റ് സ്റ്റോക്സ് നോക്കുന്നതായിരിക്കും. സോ നമ്മുടെ എൻട്രി ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 15,854 എൻട്രി ഉണ്ടായിരുന്നു. ഏകദേശം നല്ലൊരു ടാർഗറ്റ് എക്സിറ്റ് ആയവരുണ്ടായിരിക്കും, എടുത്തവർ എക്സിറ്റ് ആയിട്ടുണ്ടായിരിക്കും, ഐ ഡോണ്ട് നോ. ബട്ട് ഞാൻ സ്റ്റിൽ എൻ്റെ പൊസിഷൻ ഹോൾഡാണ്, ഞാൻ എക്സിറ്റ് ആയിട്ടില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊരു ഹൈ, ഇതൊരു ലോവർ ഹൈ, ഹയർ ലോ, ഇതൊരു ഹയർ ഹൈ, ഇതൊരു ഹയർ ലോ ആയിട്ട് മാർക്കറ്റും മുകളിലോട്ട് പുഷ് ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എൻ്റെ പൊസിഷൻ ഹോൾഡാണ്. പിന്നെ മറ്റൊരു ട്രേഡ് ഉണ്ടായിരുന്നു നമുക്ക് ആക്സിസ് ബാങ്കിലായിരുന്നു. അത് സൂപ്പർ ട്രേഡായിരുന്നു. രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിസ് ബാങ്ക് ഗ്രൂപ്പിൽ, ഈ ഒരു മൂമെൻറ്റ്, അതായത് ഇതൊരു ചെറിയ ഒരു ബ്രേക്ക് ഔട്ട്, അതായത് നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഒന്ന് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നല്ലൊരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു 273 വരെ. ഇറ്റ്സ് നല്ലൊരു പോയിൻറ്റ്സ് 1-2 പേര് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, താങ്ക് യു. സോ നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ അനാലിസിലോട്ട് പോവാം. നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇത് മൊത്തം കംപ്ലീറ്റ് കളഞ്ഞിട്ട് ആദ്യം മുതൽ നമുക്ക് ചെയ്യാം. ഓക്കെ, വീക്കിലി മുതൽ നമുക്ക് നോക്കാം എന്താ നിഫ്റ്റിയുടെ അവസ്ഥ. നിഫ്റ്റി ഇങ്ങനെയൊക്കെ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കി നിങ്ങൾ ആരും ട്രേഡ് എടുക്കരുത്. ഓക്കെ, ചെറിയ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യാൻ 5 മിനിറ്റ് 10 മിനിറ്റിലൊന്നും അനാലിസിസ് ചെയ്യരുത്. വലിയ ടൈം ഫ്രെയിമിൽ നിന്ന് അനാലിസിസ് ചെയ്തിട്ട് വരിക. ഓക്കെ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു വലിയ ടൈം ഫ്രെയിമിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് വരുന്നതെന്ന്. ഓക്കെ, ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ ആൻഡ് കമൻറ്റ് ബിലോ. പിന്നെ എൻ്റെ അത് പുതിയ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് 10 സീറ്റ് ബുക്ക് ആയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഒരു 15, ആദ്യം ബാച്ച് ഒരു 15 പേരാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏകദേശം 10 പേരായിട്ടുണ്ട്. ഈ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വെബ് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് പ്ലീസ് പോയി ചെക്കൗട്ട് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കൊരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന പൈസയേ ഉള്ളൂ. ഇത്രയും ചെറിയ എമൗണ്ടിൽ ഞാൻ പഠിച്ച ഒരുവിധം അല്ലാതെ ഞാൻ പഠിച്ച ഫുൾ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് തരും. എങ്ങനെയാണ് ഒരു ചാർട്ടിനെ നോക്കി കാണേണ്ടത്, എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ക്യാൻഡിലിനെ മനസ്സിലാക്കേണ്ടത്. നമുക്കിപ്പം വോളിയം അറിയാൻ ഇതിനകത്ത് എത്ര വോളിയം എന്നറിയാൻ ലൈവിൽ മാർഗമൊന്നുമില്ല. സോ നമുക്കൊരു ക്യാൻഡിൽ കാണുമ്പം ഇതിപ്പോൾ റെഡ് ക്യാൻഡിലാണ്, ഇതൊരു റെഡ് ക്യാൻഡിലാണ്, ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്. സോ ഇതിനകത്ത് ഈ ക്യാൻഡിലിനെ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ക്യാൻഡിലിനെ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ ഒരു ക്യാൻഡിൽസ് കണ്ടാൽ ഇപ്പം ഇവിടുന്ന് മുകളിലോട്ടൊരു പോകാനൊരു ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോഴ്സിൽ ഫുൾ പ്രൈസ് ആക്ഷൻ കംപ്ലീറ്റ്ലി വിത്തൗട്ട് ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഞാൻ പഠിപ്പിച്ച് തരും. നിങ്ങൾ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ പൈസ ഉണ്ടാകത്തുള്ളൂ. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, വീക്കിലിയിലോട്ട് വരാം. വീക്കിലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വീക്കിലിയിൽ നമ്മൾ ലാസ്റ്റ് വീക്കിൻ്റെ, അതായത് ഓപ്പണിലാണ് നിൽക്കുന്നത്.
ഒരു ക്യാൻഡിൽ എങ്ങനെയാണെന്ന് അറിയാലോ, ഓപ്പൺ ലോ ഹൈ ക്ലോസ്. ഓക്കെ, സോ ക്ലോസിലാണ് ഇപ്പോൾ വീക്കിലി നിൽക്കുന്നത്. വീക്കിലി നമ്മൾ ബിയറിഷ് ആയിട്ടില്ല, ബട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ എന്താ സിനാരിയോ നമുക്ക് നോക്കാം. വീക്കിലി നമുക്ക് ബിയറിഷ് ആയിട്ടില്ല, സോ നമുക്ക് വീക്കിലിയിൽ എപ്പോഴും ലാസ്റ്റ് വീക്കിൻ്റെ ലോ ആൻഡ് ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ലാസ്റ്റ് വീക്കിൻ്റെ ഹൈയും ലാസ്റ്റ് വീക്കിൻ്റെ ലോയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു, കണ്ടില്ലേ? ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ നമുക്കൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതോ ഇവിടെ റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്തു ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ. അതാണ് ഈ വീക്ക് ഹൈയിൽ നിന്ന് റിജക്ഷൻ വന്നിട്ടുള്ളത്. സോ ലാസ്റ്റ് വീക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ നിന്ന് നമുക്കൊരു റിജക്ഷൻ വന്നിട്ടുണ്ട് ചെറുതായിട്ട്. സോ വീക്ക് ഹൈ ലോ മാർക്ക് ചെയ്ത് വെച്ചു, പ്രീവിയസ് വീക്കാണ്. ഓക്കെ, ദിസ് വീക്ക് നമുക്ക് ലോ ആയിട്ടില്ല, ദിസ് വീക്കിൻ്റെ ഹൈ. ഓക്കെ, അതിപ്പോൾ ഡേ ഹൈ ആയിട്ട് നമുക്ക് വരും ഇതിന് താഴെ. സോ നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഒരു ബിയറിഷ് എൻഗാൾഫിങ് ഇവിടെ കാണുന്നുണ്ട്, അല്ല ഒരു ബിയറിഷ് എൻഗാൾഫിങ്. അതായത് ലാസ്റ്റ് ഡേയിനെ ഫുള്ളി കവർ ചെയ്തിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഡേയിൽ. സോ നമുക്ക് ഇതൊരു ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഓക്കെ, ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് ബിയറിഷ് എൻഗാൾഫിങ്. ഓക്കെ, ബിയറിഷ് എൻഗാൾഫിങ് എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ പാറ്റേൺ ആണ്. ആ ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഡേ ചാർട്ടിൽ നമ്മൾ കാണുന്നത് ഒരു ബിയറിഷ് എൻഗാൾഫിങ് ക്യാൻഡിൽ പാറ്റേൺ ആണ്. സോ നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചു, അതിൻ്റെ ലോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു, നമ്മുടെ ഹൈ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഇതാണ് നമ്മുടെ അക്യുറേറ്റ് ഹൈ മാർക്ക് ചെയ്ത് വെച്ചു, ലോയും മാർക്ക് ചെയ്ത് വെച്ചു. സോ നമുക്ക് ഇപ്പം ലോങ് ടൈമിൽ മന്ത്ലിയും വീക്കിലിയും നമ്മൾ ബുള്ളിഷ് ആണെങ്കിലും ബട്ട് ഷോർട്ട് ടൈമിൽ നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ ബിയറിഷിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഡേയിൽ നമ്മൾ ബിയറിഷ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെയിം ഏരിയ തന്നെ വീണ്ടും നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു ഈ ഒരു ഏരിയ. ഓക്കെ, പിന്നെയും ഇതൊരു ഡബിൾ ടോപ്പ് പോലെയൊക്കെ ഫോം ചെയ്ത് വരുന്നുണ്ട്. ഡബിൾ ടോപ്പ് ഫോം ചെയ്യണമെങ്കിൽ ടൈം ഫ്രെയിമിൽ ടൈം എടുക്കും, ബട്ട് നമ്മൾ ആ സെയിം ഏരിയ നമുക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ റിജക്ഷൻ വന്നതുകൊണ്ട് തന്നെ ഇതൊരു ക്യാൻഡിൽ പാറ്റേൺ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ബിയറിഷ് എൻഗാൾഫിംഗ് ആണ് ക്യാൻഡിൽ പാറ്റേൺ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിൻ്റെ നിയറസ്റ്റ് ലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നിയറസ്റ്റ് ലോ, അല്ലേ? ഇതാണ് നമ്മുടെ നിയറസ്റ്റ് ലോ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ 25,811. അതിന് മുന്നേ തന്നെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഇവിടെ കുറച്ച് മുകളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ലോ കൺസിഡർ ചെയ്യാം. 25,826 അതാണ് നമ്മുടെ നിയറസ്റ്റ് ഫസ്റ്റ് ലോ. അതായത് മുകളിൽ നിന്ന് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് തടഞ്ഞ്, അതായത് ഒന്ന് സപ്പോർട്ട് കൊടുക്കാൻ പിന്നെ നിഫ്റ്റിക്ക് കഴിയുന്ന ഒരു സ്ഥലം 25,826 ആണ്. ഓക്കെ, നമുക്കതിനെ 1 ഹവറിലോട്ട് ഇട്ട് ഒന്നും കൂടെ കൺഫേം ചെയ്യാം. 1 ഹവറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയനെ ഒന്ന് സൂം ഔട്ട് ചെയ്താൽ കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഏരിയയിലൊക്കെ നിഫ്റ്റി ഒരുപാട് വട്ടം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. മുകളിലോട്ട് പോയിട്ട് ഇവിടെ വന്നിട്ട് വീണിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഗ്യാപ്പ് അപ്പിൽ കയറിപ്പോയി, പിന്നെ താഴെ വന്നു, പിന്നെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി, ഇതാണ് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് പിന്നെ താഴോട്ട് പിന്നെയും വന്നു, എന്നിട്ട് ഇവിടെയും പിന്നെ ആ ഏരിയ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ നിഫ്റ്റി ഒരു പുൾ ബാക്ക് ചെയ്തു. പിന്നെ ആ ഏരിയ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി വീണു. അതേപോലെ തന്നെ ഇവിടുന്ന് നിഫ്റ്റി മുകളിലോട്ട് പോയി ഒരു പുഷ് ബാക്ക് ചെയ്തു. എന്നിട്ട് ഈ ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിൽ മുകളിലോട്ട് കയറാൻ ബയർ നല്ലോണം ശ്രമിച്ചു, ബട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ വന്നു, പിന്നെ താഴെ വീണു. അത് കഴിഞ്ഞ് ആ റിജക്ഷൻ ആ ഏരിയ ബ്രേക്ക് ചെയ്ത് കയറിയത് നല്ലൊരു ബൈയിങ് പ്രഷറിലാണ് അന്ന് ലാസ്റ്റ് നമ്മുടെ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ദിവസം കയറിപ്പോയത്. പിന്നെയും നിഫ്റ്റി വന്നിട്ട് ആ ഏരിയ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്, അതിന് മുകളിലത്തെ ഏരിയയിൽ. പിന്നെ അവിടെ നിന്ന് വീഴുകയാണ്. ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിഫ്റ്റിക്ക് വരുന്ന ഒരു സപ്പോർട്ടായിട്ട് വരുന്നത് 25,826 ആണ്. 825 നിങ്ങൾക്ക് റൗണ്ട് നമ്പറായിട്ട് എടുക്കാം, 830 എടുക്കാം, യുവർ വിഷ്. അതാണ് നമ്മുടെ അത് നിയറസ്റ്റ് സപ്പോർട്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിഫ്റ്റിയുടെ നിയറസ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ലോ ആയിരിക്കും, 25,767. ഓക്കെ, അപ്പോൾ 757 നമുക്കൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഓപ്പൺ എടുക്കാം, ലോ വിട്ടോട്ടെ, ഓപ്പൺ എടുക്കാം. കാരണം ഓപ്പൺ ആകുമ്പോൾ കുറച്ചുകൂടെ, അതായത് താഴോട്ട് വരികയാണെങ്കിൽ ഒരു ചെറിയ ഇവിടെ ചിലപ്പോൾ റിവേഴ്സൽ ആയ ഒരു പുഷ് ബാക്ക് കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഈ ഓപ്പൺ എടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ 25,770. ഓക്കെ, അതാണ് നമ്മുടെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് വീണ് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഇത് ആക്ട് ചെയ്യും. തേർഡ് ടാർഗറ്റായിട്ട് നിഫ്റ്റിക്ക് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ബാക്കിയുണ്ട് താഴെ, നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് വീഡിയോയിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇപ്പം നിഫ്റ്റി നമ്മൾ കറൻ്റ്ലി നമ്മൾ ഒരു ഒരു നെഗറ്റീവായിട്ട് ഒരു ചെറിയ ഒരു സിനാരിയോ നിഫ്റ്റിയിൽ ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് കാണുന്നുണ്ട്.
സോ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നാളെ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് താഴോട്ട് നിഫ്റ്റിയിൽ ട്രൈ ചെയ്യാം. അതല്ല ഇവിടുന്ന് നിഫ്റ്റി പുഷ് ബാക്ക് ഇനിയും കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഡബിൾ ബോട്ടമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡബിൾ ബോട്ടമായിട്ട് ആക്ട് ചെയ്തിട്ട് പിന്നെ നിഫ്റ്റി ഇവിടുന്ന് പുഷ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഉള്ള ലൈവ് ക്യാൻഡലിൻ്റെ ഒരു ആക്ഷൻ നോക്കി, പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് അവിടുന്ന് ട്രേഡ് പോവാം. ബട്ട് നമ്മുടെ നിയറസ്റ്റ് ഈ ലോയിൽ നിഫ്റ്റി ഇപ്പം 1 2 3 4 5 5 വട്ടം നിഫ്റ്റി ഏകദേശം ഇവിടെ ഓൾറെഡി സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് വട്ടം ഒരു റെസിസ്റ്റൻസിൽ വന്ന് റെസിസ്റ്റ് ചെയ്യുകയോ ഒരുപാട് വട്ടം ഒരു ലോയിൽ വന്ന് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ 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 ആ ലോയുടെ ഒരു എന്താ പറയുക, ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു എന്താ താങ്ങി നിർത്താനുള്ള കഴിവ് ആ ഒരു പ്രൈസിന് മെല്ലെ മെല്ലെ ഇല്ലാതാവുന്നതാണ് നമ്മുടെ പ്രൈസ് ആക്ഷനിൽ കണ്ടുവന്നിട്ടുള്ളത്. അതായത് ഒരു 100 ട്രേഡ് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു 70 അല്ലെങ്കിൽ ഒരു 60-70% അങ്ങനെയാണ് കാണാറുള്ളത്. സോ നമുക്ക് നാളെ ഇതിൻ്റെ അടിയിലൊരു ക്ലോസ് വരികയാണെങ്കിൽ, ഇതിൻ്റെ ലോയിലൊരു ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്, ഇതിന് തൊട്ട് മുകളിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് താഴോട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് പിന്നെയും കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ നമുക്ക് നോക്കാം. മുകളിലോട്ട് മാർക്കറ്റ് പോവുമെങ്കിൽ ഞാൻ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ജോയിൻ ദ ടെലഗ്രാം ഗ്രൂപ്പ് ആൻഡ് വാട്സപ്പ്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അതിനകത്തുനിന്ന് വാട്സപ്പ് ചാനലിലോട്ട് ജോയിൻ ചെയ്താൽ മതി. അതിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് നമുക്ക് വരാൻ കഴിയും. ഓക്കെ. സോ ഇവിടെ ഇതിപ്പം നമ്മൾ ലൈവിൽ കണ്ടോ, ലൈവിൽ ഇപ്പം ഒരു പ്രൈസ് ആക്ഷൻ അറിയുന്ന ആൾക്കാണെങ്കിൽ ഈ ഒരു മൊമെന്റ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാനുള്ളൂ. ഞാൻ ഇന്നലെ ഇതെടുത്തിട്ടുണ്ടായിരുന്നില്ല, ഈ മൊമെന്റ് എടുത്താലേ അറിയുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വരുന്നുണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു മൊമെന്റ് താഴോട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ നമ്മൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇത് പഠിക്കണം. ട്രേഡിങ് നമ്മൾ പഠിച്ചിരിക്കണം. ഞാനും ഒരുപാട് സ്ഥലത്ത് പോയി പഠിച്ചിട്ടാണ് ഞാനും ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനും ഇതേപോലെ യൂട്യൂബ് നോക്കി കണ്ട് ഡയറക്റ്റ് പഠിച്ചതല്ല. ഓക്കെ, നമുക്ക് പഠിക്കാൻ കഴിയും, യൂട്യൂബെല്ലാം നോക്കിയിട്ട് ഇല്ലെന്നല്ല പറയുന്നത്. ബട്ട് നമ്മൾ ട്രേഡിങ് ഒരിടത്ത് ഒരാളുടെ കൂടെ പഠിക്കുന്നതും നമ്മൾ ഒറ്റയ്ക്ക് സെൽഫായിട്ട് പഠിക്കുന്നതും ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ കോഴ്സിന് ജോയിൻ ചെയ്യുക. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് കളയുന്ന ക്യാഷേ ഉള്ളൂ. എന്താ, ഞാൻ പേയ്മെൻറ്റ് ഫസ്റ്റ് ബാച്ചിന് നമ്മൾ എടുക്കുന്നുള്ളൂ. സെൽഫ് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, സീരിയസ് ആയിട്ട് പറയുകയാണ് ഞാൻ. നിങ്ങൾക്ക് ആലോചിക്കുക, നിങ്ങൾ ഒരുപാട് പൈസ നമ്മൾ വെറുതെ സ്റ്റോപ്പ് ലോസ് അടിച്ചും ലോസ് ആയി കളയും. പക്ഷെ ആരും പഠിക്കത്തില്ല. പഠിച്ചിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു കോട്ടുണ്ട്, എന്താ വെച്ചാൽ എനിബഡി ക്യാൻ ട്രേഡ്, എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ കഴിയും. ബട്ട് ലേണേഴ്സ് ലാസ്റ്റ് ലോങ്. അതായത് ഇതിൽ ലേൺ ചെയ്യുന്നവർ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അവരെ അവിടെ അവശേഷിക്കത്തുള്ളൂ. അല്ലാത്തവർ കയ്യിലുള്ള പൈസ എല്ലാം ട്രേഡ് ചെയ്തിട്ട് ഇതേപോലെ ലോസ് അടിച്ചിട്ട് പോവും. അതാണ് നടക്കുന്നത്. സോ നിങ്ങൾക്ക് പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഇതേപോലെ ഒരു ലൈവ് മാർക്കറ്റിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ എല്ലാവർക്കും നമുക്ക് അതാണ് ഇത് കണ്ടു എന്ന് പറയാൻ കഴിയും. സോ ലൈവ് മാർക്കറ്റിൽ നമ്മൾ കണ്ട് ട്രേഡ് ചെയ്യുന്നതാണ് റിയൽ ട്രേഡിങ്. സോ നമ്മുടെ കോഴ്സിൽ ലൈവ് മാർക്കറ്റിലും നമ്മുടെ ഒപ്പം ഇരുത്തി 1 by 1 എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുത്തത്തില്ല, 1 by 1 ആയിട്ട് ഇരുത്തിയിട്ടാണ് ട്രേഡ് ചെയ്യുക. ഓക്കെ, 1 by ഒരാൾ സിംഗിൾ. അതാണ് ചെറിയൊരു 15 ആദ്യത്തെ ബാച്ചിൽ 15 ആണ് നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ ഉദ്ദേശിക്കുന്നത്. ആ ഫസ്റ്റ് ബാച്ചിൽ 1 by 1 കൂടെ എടുത്ത് ട്രേഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഓരോ ക്യാൻഡിൽ വരുമ്പോൾ ആ ക്യാൻഡിൽ പറഞ്ഞു കൊടുക്കും, ഇതാണ് ഈ ക്യാൻഡിൽ സിനാരിയോ, ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ദ കോഴ്സ്. 25th വരെ രജിസ്ട്രേഷൻ ഉണ്ടാവും. 25th കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. പിന്നെ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവർ ആ 15 പേരോട് അവരുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഞാൻ അവരോട് ലൈവായിട്ട് ചോദിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. സോ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യാം. ഇനി ഒരു 5-6 സീറ്റ് കൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ 10 സീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ നാളത്തെ നമ്മുടെ പ്ലാൻ ഇതാണ്. 25,877 താഴെ ഒരു ബ്രേക്ക് തരികയാണെങ്കിൽ 25,826, 25,770,
25,716 നമ്മുടെ താഴോട്ടുള്ള ടാർഗറ്റ്. അതല്ല ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നമ്മൾ അപ്പോൾ ലൈവ് സിനാരിയോ നോക്കിയിട്ട് മുകളിൽ ട്രേഡ് എടുക്കും, അല്ലെങ്കിൽ ഈ ഏരിയയിൽ നമ്മൾ ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇവിടെ പിന്നെയും കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിന് താഴോട്ട് വീഴുകയാണോ, അത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണോ എന്ന് നമുക്ക് നോക്കാം. 25,990 ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ചെയ്യുന്നത്, നെഗറ്റീവാണ്. ഗ്ലോബൽ മാർക്കറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാസ്ഡാക്ക് നെഗറ്റീവാണ്, US 100, ഇതാണ് S&P നെഗറ്റീവാണ്, US ഡൗൺ ജോൺസ് നെഗറ്റീവാണ്, അത്യാവശ്യം 1.2% ഡൗൺ ആണ് ഡൗൺ ജോൺസ് ഒക്കെ. സോ ഗ്ലോബൽ മാർക്കറ്റ് ഡൗൺ ആണ്. ഓക്കെ, ഏകദേശം ബിറ്റ് കോയിൻ 93ലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഓക്കെ, ഗോൾഡ് ഒന്ന് വീണിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ബാക്ക് ചെയ്തിട്ടുണ്ട്. US ഓയിൽ കൺസോളിഡേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ലെവലെല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇന്ന് എന്നാ നമ്മുടെ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. മൈക്കിൻ്റെ സൗണ്ടിൻ്റെ ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത് നോക്കണം. ഇത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇനി കൈവേദന എടുക്കുന്നു. സോ പരിചയമില്ലല്ലോ, അതാണ്. സോ നമുക്ക് നാളത്തെ ട്രേഡ് പ്ലാൻ നിങ്ങൾ ഇത് വരച്ച് വെക്കുക. എന്നിട്ട് നാളെ ഒരു സേഫ് ട്രേഡ് ചെയ്യുക. ചാടി കയറി ഫസ്റ്റ് ക്യാനിൽ തന്നെ ചിലപ്പം താഴെ ഫസ്റ്റ് ക്യാനിൽ ഒരു നെഗറ്റീവ് വന്നിട്ട് ചിലപ്പോൾ ഇവിടുന്ന് പുഷ് ബാക്ക് ചെയ്യാം നിഫ്റ്റി. ഓക്കെ, ഈ 25,826 എന്നൊക്കെ നിഫ്റ്റി പുഷ് ബാക്ക് ചെയ്യാം. നമ്മുടെ മാർക്കറ്റ് വേൾഡ് മാർക്കറ്റ് പോലെ അത്ര നെഗറ്റീവ് അല്ല നമ്മുടെ മാർക്കറ്റിലെല്ലാം പോസിറ്റീവ് ക്യൂസ് ആണ് ഉള്ളത്. ബട്ട് നമ്മൾ എപ്പോഴും US മാർക്കറ്റായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് നെഗറ്റീവിനെ ചിലപ്പോൾ ഷോർട്ട് ടൈമിൽ കാണാൻ കഴിയുമായിരിക്കും. ലോങ് ടൈമിൽ നമ്മൾ നിഫ്റ്റിന് ബുള്ളിഷ് തന്നെയാണ്, ബുള്ളിഷ് ട്രേഡ് തന്നെയായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. ബട്ട് നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യണമല്ലോ. അപ്പം ആ ഒരു സിനാരിയോ ആണ് നാളത്തെ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം, നാളെ ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും ഇതിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.